കോൺഗ്രസിന്റെ മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി. 400-ലേറെ സീറ്റുകളിൽ ജയിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് 300 സീറ്റുകളിൽ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല. തോൽവി ഭയന്ന് കോൺഗ്രസ് നേതാക്കൾ രാജ്യസഭ തെരഞ്ഞെടുക്കുകയാണെന്നും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. जिस पार्टी ने कभी 400 सांसद जीते थे उनके, आज वो 300 सीट पे चुनाव नहीं लड़ पा रहे हैं. आज कांग्रेस की हालत ये है को उम्मीदवार नहीं मिल रहे हैं. इन्होंने अवसरवादी इंडी अलायंस बना लिया है. उसकी पतंग उड़ने से पहले ही कट गई है. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്നിപ്പോൾ കോൺഗ്രസിന് നേരെയുള്ള പ്രധാനമന്ത്രിയുടെ വിമർശനം എങ്ങനെയാണ്? അനുജ, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രചാരണ ശൈലിയിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ആദ്യം ഈ പ്രചാരണ റാലികളിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത്. ഇന്ന് രാജസ്ഥാനിലും കഴിഞ്ഞ ദിവസത്തെ അതേ ശൈലി തന്നെ പ്രധാനമന്ത്രി പിന്തുടർന്നു. രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ കോൺഗ്രസ്, സോണിയാഗാന്ധി എന്നിവർക്കെതിരായ വിമർശനമാണ് ഉന്നയിച്ചത്. UPA കാലത്ത് രാഹുൽ ഗാന്ധി ഓർഡിനൻസ് കീറിയെറിഞ്ഞത് പരാമർശിച്ച പ്രധാനമന്ത്രി ശക്തമായ ഭാരതം പടുത്തുയർത്താൻ കോൺഗ്രസിനാകില്ലെന്നും വ്യക്തമാക്കി. ഒപ്പം തന്നെ സോണിയാഗാന്ധി തോൽവി ഭയന്ന് രാജ്യസഭ തെരഞ്ഞെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ ഈ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് അയക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജസ്ഥാനെ കുറിച്ച് പറയാനോ രാജസ്ഥാൻ സന്ദർശിക്കാനോ ശ്രമിക്കാറില്ല എന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കോൺഗ്രസിന്റെ മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 400-ലേറെ സീറ്റുകൾ ഒരു കാലത്ത് ജയിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് 300 സീറ്റുകളിൽ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല. സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ ആളെ ലഭിക്കാത്ത സാഹചര്യം കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു എന്നും സ്വന്തം തെറ്റുകളുടെ ഫലമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ തുടക്കം മുതൽ തന്നെ കലഹമാണെന്നും നിലവിൽ 25% സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നുണ്ട് എന്നും അത്തരക്കാരെ വിശ്വസിക്കാനാകില്ല എന്നുമാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞത്. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി